ബീഹാർ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ കാർഷിക മേഖല, അവിടെയും വലിയ വലിയ ഇൻഡസ്ട്രിയൽ വലിയ കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രം ട്രാക്ടറുകൾ കിട്ടിയത്, അവിടെ ഓണർഷിപ്പ് മോർ ദാൻ 20% പുതിയ ഗ്രോത്ത് വന്നിട്ടുണ്ട്. സ്ത്രീകൾ ട്രാക്ടർ ഓടിക്കുന്ന ധാരാളം ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അഗ്രികൾച്ചർ മേഖലയായാലും അതുപോലെ തന്നെ സർവീസ് സെക്ടറിലായാലും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആയാലും റോഡായാലും ഇലക്ട്രിസിറ്റി ആയാലും എല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെന്റാണ്. ശ്രീ PR ശിവശങ്കർ, എന്ത് സംഭവിക്കും ബീഹാറിൽ എന്നുള്ളത് നാളെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഇതാ ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ നോക്കൂ. വോട്ട് ചോരി നടത്തിയിട്ടായിരിക്കും BJP അല്ലെങ്കിൽ NDA ജയിക്കുന്നെങ്കിൽ ജയിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ തന്നെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. പിന്നെ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കേണ്ട എന്ന് തേജസ്വി യാദവ് തന്നെ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കണ്ട, അത് വേറെ കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ നാളത്തെ വിജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിലെ NDA അല്ലെങ്കിൽ നിങ്ങളുടെ മൊറൈലിനെ ശക്തിപ്പെടുത്താൻ തക്കതായ ഒരു വിജയമായിരിക്കുമെന്ന ആത്മവിശ്വാസം ഇന്നിപ്പോൾ ഈ കിടക്കാൻ പോകുന്ന നേരത്ത്, ഉറങ്ങാൻ പോകുന്ന നേരത്ത് ഉണ്ടാകുമോ? ഞാൻ 2-3 കണക്കുകൾ, എനിക്ക് ധാരാളം കണക്കുകൾ എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് കേരളത്തിൽ നിന്ന് അത്തരം കണക്കുകൾ പറയേണ്ട ആവശ്യമില്ല. മറ്റു പല സംസ്ഥാനങ്ങൾ പോലെ അല്ല, ബീഹാർ ഒരു തകർച്ചയുടെ വക്കിലാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കുവാനായിട്ട് എന്തിനാണെന്നറിയില്ല കേരളത്തിൽ നിന്നും എൻ്റെ അടുത്ത സുഹൃത്തല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡോക്ടർ വർഗീസ് ജോർജും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവും എല്ലാം നൗഷാദ് അലി എല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ അത് അവിടുത്തെ യഥാർത്ഥ ഡാറ്റ കണക്കിലെടുത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ മാനുഫാക്ചറിങ് സെക്ടർ മാത്രം 17.4% ബൂസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതവിടെ 8.9, 6th ലാർജസ്റ്റ് ബൂസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന 6 സംസ്ഥാനങ്ങളിലെ 6ാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. 17.64 സ്റ്റേറ്റ് ആവറേജ്, നാഷണൽ ആവറേജ് 5.5 ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അവിടെ ഉണ്ടാകുന്നു. റോഡിൻ്റെ കാര്യത്തിൽ 3600 റോഡ് കൂടുന്നു. പവർ സെക്ടർ ആണെങ്കിൽ 9060 മെഗാവാട്ട് പുതിയത് കൂട്ടുന്നു. ഞാൻ കുറച്ച് കണക്കുകൾ മാത്രമാണ്. സ്കൂളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാമൂഹ്യ കാര്യത്തിലായാലും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആയാലും അവിടെ പവർ കട്ടിൻ്റെ കാര്യത്തിലായാലും റോഡിൻ്റെ കണക്ടിവിറ്റി ആയാലും എയർപോർട്ടിൻ്റെ കാര്യത്തിലായാലും വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജംഗിൾ രാജ് എന്നതിൽ അല്ലെങ്കിൽ ഒരു ജാതിയുടെ രാഷ്ട്രീയം, അവരുടെ ഭരണം എന്നതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഒരു സംശയവുമില്ല. UP ആയാലും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബീഹാർ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ കാർഷിക മേഖല, അവിടെയും വലിയ വലിയ ഇൻഡസ്ട്രിയൽ വലിയ കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രം ട്രാക്ടറുകൾ കിട്ടിയത്, അവിടെ ഓണർഷിപ്പ് മോർ ദാൻ 20% പുതിയ ഗ്രോത്ത് വന്നിട്ടുണ്ട്. സ്ത്രീകൾ ട്രാക്ടർ ഓടിക്കുന്ന ധാരാളം ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അഗ്രികൾച്ചർ മേഖലയായാലും അതുപോലെ തന്നെ സർവീസ് സെക്ടറിലായാലും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആയാലും റോഡായാലും ഇലക്ട്രിസിറ്റി ആയാലും എല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ്റാണ്. തികച്ചും ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഡബിൾ എൻജിൻ ഗവൺമെൻറ് ക്യാൻ ഗിവ് ദ ബെറ്റർ സപ്പോർട്ട് ടു ദ പീപ്പിൾ. അത് സംജയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു പെർസെൻറ്റേജാണ് ഈ പറയുന്ന അധികം വരുന്ന പെർസെൻറ്റേജ്. തീർച്ചയായും പഴയ കാല തിരഞ്ഞെടുപ്പുകളിൽ കണ്ട പല ട്രെൻഡുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ല, ജനങ്ങൾ ഒരു ഗവൺമെൻറ്റിന് അനുകൂലമായും കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് വരുമ്പോൾ തിരിയുമെന്ന കാര്യത്തിൽ ഒരു ചൂണ്ടുപലകയായിരിക്കും ബീഹാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇതിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2, അവിടെ സംസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ RJDയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒരു കറക്റ്റായിട്ടുള്ളൊരു മിംഗ്ലിംഗ് നടന്നിട്ടില്ല. വലിയ പ്രശ്നങ്ങളുണ്ട്. BJPയുടെയും RJDയുടെയും താഴെ തട്ടിൽ വരെ കൃത്യമായി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഭേദമായിട്ട്, ഞാൻ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നില്ല, കമ്പാരിറ്റീവ്ലി ഭേദമായിട്ട് നടന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് അവിടുത്തെ ജംഗിൾ രാജിൽ നിന്ന് ലാലു പ്രസാദിനേക്കാൾ ഒരു റഫായി പ്രവർത്തിക്കുന്ന തേജസ്വിനേക്കാൾ ഭേദം RJDയുടെയും BJPയുടെയും ഗവൺമെൻറ്റാണ്, അതിൻ്റെ നേതാക്കളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭരണത്തിൻ്റെ ഗുണം തന്നെയായിരിക്കും ഈ അവസാന നേരത്തിലും ഏത് BJP പ്രവർത്തകനും നേതാവിനും ബീഹാറിനെ കുറിച്ച് ഉയർത്തിക്കാട്ടാനുള്ളത്. ബീഹാറിൻ്റെ വളർച്ച സംശയമില്ല നല്ല നിലയിൽ തന്നെയാണ്. ഞാൻ താങ്കൾ ഈ ബീഹാറിന്റെ വളർച്ചയെക്കുറിച്ച് ചില ഡാറ്റ പറഞ്ഞതുകൊണ്ട് RBIയുടെ കണക്കിനെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചൊരു ഡാറ്റ ഞാൻ പറയാം. അപ്പോൾ കേരളവും ബീഹാറും തമ്മിൽ താരതമ്യം ചെയ്താൽ ഒരു ബീഹാറിയുടെ പ്രതിശീർഷ വരുമാനത്തെക്കാൾ 2011-12 കാലത്ത് ഒരു മലയാളിയുടെ പ്രതിശീർഷ വരുമാനം 4.5 ഇരട്ടിയായിരുന്നു.
ഇന്ന്, അതായത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് അതിന് വന്ന മാറ്റം എന്ന് പറയുന്നത് 2011-12 മലയാളിയുടെ പ്രതിശീർഷ വരുമാനം ബീഹാറിയുടെ പ്രതിശീർഷ വരുമാനത്തെക്കാൾ 4.5 ഇരട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 5.3 ഇരട്ടിയായിട്ട് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബീഹാറിൽ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ഇനിയിപ്പോൾ GSDP-യുടെ കണക്കെടുത്താൽ, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2011-12 കാലത്ത് ബീഹാറിന്റെ GSDP-യേക്കാൾ 2.37 ഇരട്ടിയാണ് കേരളത്തിന്റെ GSDP. ഇന്ന് ഇത്രയും കാലം കഴിഞ്ഞ്, ബീഹാർ ഒരു വലിയ സ്റ്റേറ്റ് ആണ് കേരളത്തെ അപേക്ഷിച്ച്, കേരളത്തിന്റെ GSDP-യേക്കാൾ 1.85 കുറവാണ്. അല്ലെങ്കിൽ കേരളത്തിന് ബീഹാറിന്റെ GSDP-യേക്കാൾ 1.85 മടങ്ങ് അധികം GSDP ഉണ്ട്. അപ്പോൾ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനവുമായി താരതമ്യം ചെയ്താൽ തന്നെ ഇതാണ് അവസ്ഥ. പഞ്ചാബ് വേറൊരു ചെറിയ സ്റ്റേറ്റ് ആണ്. പഞ്ചാബിൽ 2.32 ആയിരുന്നു, ഇരട്ടിയായിരുന്നു പഞ്ചാബിന്റെ GSDP എങ്കിൽ ഇപ്പോൾ അത് 1.73 മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. പ്രതിശീർഷ വരുമാനവും ഇതുപോലെയാണ്. 3.93 ആയിരുന്നു ഒരു പഞ്ചാബിയുടെ പ്രതിശീർഷ വരുമാനം. ബീഹാറിലേക്കാൾ 3.93 ഇരട്ടിയായിരുന്നു 2011-12 ഇപ്പോൾ അത് 4.4. ബീഹാർ വളർന്നിട്ടുണ്ടോ തളർന്നിട്ടുണ്ടോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. ഇൻഫ്രാസ്ട്രക്ചർ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കൂടുതൽ വന്നിട്ടുണ്ടാവും. ജനങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ മൗലികമായ പ്രശ്നമെന്ന് തോന്നുന്നു.